Hi, I am Badrinath, 4th semester BSc Computer Science student of Amal College. Here I am discussing about the topic pin configuration of 8086 microprocessor. അപ്പോൾ 8086 microprocessor എന്താണെന്ന് ആദ്യം അറിയണം. 8086 microprocessor was the first bit microprocessor available in 40-pin DIP chip. അപ്പോൾ 40-pin DIP ചിപ്പ് അല്ലെങ്കിൽ ഡുവൽ ഇൻലൈൻ പാക്കേജ് ചിപ്പിൽ ലഭ്യമായ ആദ്യത്തെ 16 ബിറ്റ് മൈക്രോപ്രൊസസ്സറാണ് 8086. അപ്പോൾ ഇതാണ് 8086 മൈക്രോപ്രൊസസ്സറിൻ്റെ പിൻ ഡയഗ്രം എന്ന് പറയുന്നത്. 1 to 40 വരെ ആയിരിക്കും പിന്ന് ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കുക. അതേപോലെ തന്നെ ഒരു ഓർഡറിലായിരിക്കും ഈ ഒരു പിന്നുകൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ GND, AD14, ദെൻ AD13, AD12 അങ്ങനെ തുടങ്ങി 40 VCC വരെ ആയിരിക്കും ഈ ഒരു പിൻ ഡയഗ്രത്തിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇനി പിൻ ഡയഗ്രം ഓരോന്നും ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. അപ്പോൾ GND എന്താണെന്ന് നോക്കാം. Ground for the internal circuit. The 8086 microprocessor have two pin labeled GND. Both must be connected to ground for the proper operation. ഒരു പ്രോപ്പർ ഓപ്പറേഷൻ നടക്കാൻ വേണ്ടിയിട്ട് 8086 മൈക്രോപ്രൊസസ്സർ GND എന്ന് പേരുള്ള 2 പിന്ന് ലേബിൾ ചെയ്തിട്ടുണ്ട്. ഇത് ഗ്രൗണ്ടുമായിട്ട് മസ്റ്റായിട്ടും കണക്റ്റ് ആക്കേണ്ടുള്ള 2 പിന്നുകളാണ്. അടുത്തതായിട്ട് AD0 to AD15 വരെയുള്ള പിന്നുകളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. AD എന്ന് വെച്ചാൽ അഡ്രസ് ഡേറ്റ ബസ് എന്നാണ്. These are low order address bus. They are multiplexed with the data. When AD lines are used to transmit memory address, the symbol A is used instead of AD. For example, A0 to A15. When data are transmitted over AD lines, the symbol D is used in place of AD. For example, D0 to D7, D8 to D15 or D0 to D15. അപ്പോൾ അഡ്രസ് ഡേറ്റ ബസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ലോ ഓർഡർ അഡ്രസ് ബസ്. അതേപോലെ തന്നെ ഡേറ്റാസിനെ യൂസ് ചെയ്തുകൊണ്ട് മൾട്ടിപ്ലെക്സ് ചെയ്യുന്നു. ഇനി മെമ്മറി അഡ്രസ്സ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് AD ലൈൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ AD ലൈൻസ് യൂസ് ചെയ്യുമ്പോൾ ADക്ക് പകരം A എന്ന സിമ്പിളായിരിക്കും യൂസ് ചെയ്യുന്നത്. എക്സാമ്പിളിന് A0 to A15. ഇനി അടുത്ത കേസിൽ AD ലൈൻസിലൂടെ ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ ADക്ക് പകരമായിട്ട് D ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് D0 to D7, D8 to D15 അല്ലെങ്കിൽ D0 to D15 എന്നൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി A16 to A19 വരെയുള്ള പിന്നുകളെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ദീസ് ആർ ഹൈ ഓർഡർ അഡ്രസ് ബസ്. ദീസ് ആർ മൾട്ടിപ്ലെക്സ്ഡ് വിത്ത് സ്റ്റാറ്റസ് സിഗ്നൽസ്. അപ്പോൾ ഇതൊരു ഹൈ ഓർഡർ അഡ്രസ് ബസ് ആയിരിക്കും. അതേപോലെ തന്നെ ഇത് സ്റ്റാറ്റസ് സിഗ്നൽസ് വെച്ചാണ് മൾട്ടിപ്ലെക്സ് ചെയ്യുന്നത്. അടുത്തതായിട്ട് S2, S1, S0 എന്നീ പിന്നുകളെ കുറിച്ചുള്ള എക്സ്പ്ലനേഷനാണ്. സ്റ്റാറ്റസ് പിൻസാണ് ഇവർ. These pins are active during T4, T1 and T2 states and is returned into passive state. അപ്പോൾ ഇവർ T4, T1 ആൻഡ് T2 സ്റ്റേറ്റുകളിൽ ഇവർ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. അതേപോലെ തന്നെ T3 സ്റ്റേറ്റോ അല്ലെങ്കിൽ TW സ്റ്റേറ്റ് അല്ലെങ്കിൽ ഈ ഒരു T4, T1 ആൻഡ് T2 സ്റ്റേറ്റുകളുണ്ടല്ലോ അവർ ഇനാക്റ്റീവ് ആവുന്ന ടൈമിൽ ഇവർ എന്താ ചെയ്യും, അതിൻ്റെ പഴയ സ്റ്റേറ്റിലേക്ക് റിട്ടേൺ ചെയ്തു പോകുന്നത്. A16 bar S3, A17 bar S4, A18 bar S5, A19 bar S6. അപ്പോൾ ഇത്രയും പിന്നിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ സ്പെസിഫൈഡ് അഡ്രസ് ലൈൻസ് ആർ മൾട്ടിപ്ലെക്സ്ഡ് വിത്ത് കറസ്പോണ്ടിങ് സ്റ്റാറ്റസ് സിഗ്നൽസ്. അപ്പോൾ ഒരു കറസ്പോണ്ടിങ് സ്റ്റാറ്റസ് സിഗ്നൽസിൻ്റെ യൂസോട് കൂടിയിട്ട് മൾട്ടിപ്ലെക്സ് ചെയ്യുന്ന ഒരു സ്പെസിഫൈഡ് അഡ്രസ് ലൈൻസിനെയാണ് A16 bar S3, A17 bar S4 എന്നൊക്കെ പറയുന്നത്. അടുത്തതായിട്ട് HE bar S7 എന്ന പിന്നെ പറ്റിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബസ് ഹൈ എനബിൾ ഓൾ സ്റ്റാറ്റസ്. ഡ്യൂറിങ് T1 ഇറ്റ് ഈസ് ലോ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എനബിൾ ഡേറ്റ ഓൺ ടു ദി മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഹാഫ് ഓഫ് ദി ഡേറ്റ ബസ് D8 to D15. അപ്പോൾ HE bar S7 എന്ന് പറഞ്ഞാൽ ഇതൊരു ബസ് ഹൈ എനബിൾ സ്റ്റാറ്റസ് ആണ്. അപ്പോൾ ഒരു T1 സ്റ്റേറ്റിൽ ഇത് ലോ ആയിരിക്കും. അതേപോലെ തന്നെ ഡേറ്റാബേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹാഫ് പോർഷനായ D8 to D15 ഡാറ്റ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നു. അടുത്തത് RD. ദിസ് ഈസ് യൂസ്ഡ് ഫോർ എ റീഡ് ഓപ്പറേഷൻ. ഇറ്റ് ഈസ് ആൻ ഔട്ട്പുട്ട് സിഗ്നൽ. ഇറ്റ് ഈസ് ആക്ടിവേറ്റ് വെൻ ലോ. അപ്പോൾ ഇതൊരു റീഡ് ഓപ്പറേഷനായി ഉപയോഗിക്കുന്നു. അതേപോലെ ഇത് ഒരു ഔട്ട്പുട്ട് സിഗ്നലാണ്. അപ്പോൾ ഈ T1, T2, T3 എന്നിട്ടുള്ള സ്റ്റേറ്റുകളുണ്ടല്ലോ, ആ സ്റ്റേറ്റുകൾ ലോ ആവുമ്പോൾ ഇത് ആക്റ്റീവ് ആവും. അടുത്തത് റെഡി. This is the acknowledgement from the memory or slow devices that they have completed the data transfer. മെമ്മറിയിൽ നിന്നോ സ്ലോ ഡിവൈസസിൽ നിന്നോ അവർ ഡേറ്റ കൈമാറ്റം പൂർത്തിയാക്കിയതിൻ്റെ അംഗീകാരമാണിത്. അടുത്തത് INTR, ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ്. ദിസ് ഈസ് ട്രിഗേർഡ് ഇൻപുട്ട്.
This is sampled during the last clock cycles of each instructions for determining the availability of the request. അപ്പോൾ ഒരു ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു ട്രിഗേർഡ് ഇൻപുട്ടാണ് നമ്മുടെ INTR എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ഒരു റിക്വസ്റ്റിൻ്റെ അവൈലബിലിറ്റി നിർണ്ണയിക്കുന്നതിനുള്ള ഓരോ നിർദ്ദേശത്തിൻ്റെ അവസാന ക്ലോക്ക് സൈക്കിളുകൾ ഇത് സാമ്പിൾ ചെയ്യുന്നു. അടുത്തത് ക്ലോക്ക് ഇൻപുട്ടാണ്. ദ ക്ലോക്ക് ഇൻപുട്ട് പ്രൊവൈഡ്സ് എ ബേസിക് ടൈമിംഗ് ഫോർ പ്രോസസ്സിംഗ് ഓപ്പറേഷൻസ് ആൻഡ് ബസ് കൺട്രോൾ ആക്ടിവിറ്റി. അപ്പോൾ ക്ലോക്ക് ഇൻപുട്ട് എന്ന് വെച്ചാൽ ക്ലോക്ക് ഇൻപുട്ട് പ്രോസസ്സിംഗ് ആക്ടിവിറ്റിയും അതേപോലെ തന്നെ ബസ് കൺട്രോൾ ആക്ടിവിറ്റീൻ്റെ ഒരു ബേസിക് ടൈമിങ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അടുത്തത് റീസെറ്റ് പിന്നിൻ്റെ എക്സ്പ്ലനേഷനാണ്. ദിസ് പിൻ റിക്വയർസ് ദ മൈക്രോ പ്രോസസർ ടു ടെർമിനേറ്റ് ഇറ്റ്സ് പ്രസൻറ്റ് ആക്ടിവിറ്റി ഇമ്മീഡിയറ്റ്ലി. ദ സിഗ്നൽ മസ്റ്റ് ബി ആക്റ്റീവ് ഹൈ ഫോർ അറ്റ്ലീസ്റ്റ് 4 ക്ലോക്ക് സൈക്കിൾസ്. അപ്പോൾ ഈ പിൻ മൈക്രോ പ്രോസസർ അതിൻ്റെ നിലവിലെ പ്രവർത്തനം ഉടൻ തന്നെ ടെർമിനേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ദ സിഗ്നൽ മസ്റ്റ് ബി ആക്റ്റീവ് ഹൈ അറ്റ്ലീസ്റ്റ് 4 ക്ലോക്ക് സൈക്കിൾസ്. ഒരു 4 സൈക്കിളുകൾക്കെങ്കിലും സിഗ്നൽ ഹൈലി ആക്റ്റീവ് ആയിരിക്കണം. അടുത്തത് VCC ആണ്. VCC എന്ന് വെച്ചാൽ നമ്മുടെ 8086 പിൻ ഡയഗ്രത്തിലെ അവസാനത്തെ അല്ലെങ്കിൽ 40th പിന്നാണ് VCC. അപ്പോൾ VCCൻ്റെ ധർമ്മം എന്താണെന്ന് വെച്ചാൽ പവർ സപ്ലൈ മോർ ദാൻ 5 വോൾട്ടേജ് DC കറണ്ടാണ് സപ്ലൈ ചെയ്യുന്നത്.